ആണല്ലോ. സിതാജ് ആലുവ നിരീക്ഷകനോടൊപ്പം ടെലിഫോൺ ലൈനിനോട്. സിതാജ് ആലുവ, ഈ സംഭവത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് നിർത്തണമെന്നതായിരുന്നു മേജർ ഡിമാൻഡ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ 2023 മുതൽ നമ്മൾ വലിയ തോതിൽ അവിടെ നിന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഏറ്റവും അവസാന മാസങ്ങളിലെ കണക്ക് പ്രകാരം നമ്മൾ റഷ്യൻ ഓയിലിനുള്ള ഓർഡർ വൻതോതിൽ വെട്ടിക്കുറച്ചു എന്നാണ് കാണുന്നത്. വലിയ തോതിൽ കുറച്ചു ഇന്ത്യൻ കമ്പനികൾ. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു തുടർച്ചയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യയുമായിട്ടുള്ള ഡീൽ നമ്മൾ അവസാനിപ്പിച്ച് അമേരിക്കയ്ക്ക് വഴങ്ങി എന്നാണോ? ഇതിനകത്ത് അമേരിക്ക ഇപ്പോൾ ഈ കരാർ പ്രഖ്യാപിച്ചതിന്റെ പിന്നിൽ നമ്മൾ കാണേണ്ട ഏറ്റവും മുഖ്യമായ ഒരു വശം എന്ന് പറയുന്നത് അമേരിക്കയുടെ അകത്ത് തന്നെയുള്ള ഒരു വളരെ നിർബന്ധിതാവസ്ഥയാണ് എന്നതാണ് കാണേണ്ടത്. അതായത് ഡോളറിന്റെ തകർച്ച കഴിഞ്ഞ 2025 അമേരിക്കൻ ഡോളർ 11% ഇടിഞ്ഞു എന്നതാണ് കണക്ക്. അതുപോലെ തന്നെ ട്രംപിന്റെ ഈ താരിഫ് വാർ, താരിഫ് യുദ്ധം, അത് ഒരു നിലക്കും ഉദ്ദേശിച്ച ഫലം അമേരിക്കൻ ഇക്കോണമിക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പല രൂപത്തിൽ ഇപ്പോൾ അമേരിക്കയിലെ സ്ട്രാറ്റജിസ്റ്റുകൾ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നഷ്ടപ്പെട്ടു പോയ വ്യാപാര ബന്ധങ്ങൾ എങ്ങനെ പുനഃസ്ഥാപിക്കാം എന്ന ഒരു ചർച്ചയിലാണ് അവിടുത്തെ സ്ട്രാറ്റജിസ്റ്റുകൾ ഇപ്പോൾ ഉള്ളത്. അതിന്റെ കൂടി ഫലമായിരിക്കണം ഇന്ത്യയുമായിട്ടുള്ള ഈ കരാർ ഇപ്പോൾ ഏകപക്ഷീയമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിക്കാനുള്ള കാരണം. പക്ഷെ ഇവിടെ ഇന്ത്യക്ക് ഇത് ഏറ്റവും സമർത്ഥമായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണ് ഇത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ കരാറിനെ നമ്മൾ പ്രശംസിക്കുന്നതിന് പകരം ഇതിനെ തൽക്കാലം അതിനെ ഹോൾഡ് ചെയ്തിട്ട് അതിൽ നമ്മുടേതായിട്ടുള്ള വ്യവസ്ഥകൾ കൂടി ഉൾപ്പെടുത്തി അതിനെ ഏറ്റവും അനുകൂലമാക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണ്. പ്രത്യേകിച്ചും അമേരിക്കയുടെ ഈ നിർബന്ധിതാവസ്ഥ, നേരത്തെ പറഞ്ഞ ആ നിർബന്ധിതാവസ്ഥ മുതലെടുത്തുകൊണ്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഈ കരാറിനെ ഏറ്റവും പൂർണ്ണമായി മാറ്റാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇത്. പക്ഷെ അതിന് പകരം നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്നത് അതിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയും പിന്നെ ഗോഡി മേദിയ അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ വലിയ ഒരു മദർ ഓഫ് ഓൾ ഡീൽസ്, നേരത്തെ യൂറോപ്യൻ കഴിഞ്ഞ 2027 ജനുവരിക്ക് സൈൻ ചെയ്ത യൂറോപ്യൻ ഡീലിനോട് പിന്നെ അതുമായി താരതമ്യം ചെയ്തുകൊണ്ടൊക്കെ വലിയൊരു ഡീലാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയാണ്. ശരിയാണ്, ഒരർത്ഥത്തിൽ 50%, അതായത് ആദ്യം 25% തീരുവ പ്രഖ്യാപിച്ചു, പിന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ട് ഒരു അഡീഷണൽ 25% തീരുവ പ്രഖ്യാപിച്ചു. അങ്ങനെ മൊത്തം 50% തീരുവ പ്രഖ്യാപിച്ചതിൽ നിന്ന് ഇപ്പോൾ 18 വന്നിരിക്കുന്നു. ഈ 18 വന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ ഇന്ത്യക്കൊരു ബെനിഫിറ്റ് കൊടുക്കാം, ഇന്ത്യക്കൊരു ഇളവ് കൊടുക്കാം എന്ന ഒരു പോളിസിയിൽ നിന്നല്ല, അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിലോ കോണ്ടെക്സ്റ്റിലോ അല്ല ഈ പുതിയ കരാർ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറിച്ച് അമേരിക്കയുടെ നിവൃത്തികേടാണ്. ആ നിവൃത്തികേടിനെ ഏറ്റവും നന്നായി ചൂഷണം ചെയ്യാൻ പറ്റിയ ഒരു സന്ദർഭമാണ് ഇത്. ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സിതാജ് ആലുവ. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയുടെ ആഭ്യന്തര വിപണിയെ ഈ താരിഫ് ബാധിച്ചിട്ടുണ്ട്. അവിടെ വിലക്കയറ്റം പോലുള്ള സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ പൊടും തന്നെ ഉണ്ടായല്ലോ. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ട്, ലോകത്തെ ഏറ്റവും വലിയ വിപണികളിലൊന്നാണ് നമ്മളെ തള്ളിക്കൊണ്ട് അമേരിക്കയ്ക്ക് എവിടെയും പോകാൻ കഴിയില്ല എന്ന ക്വസ്റ്റൻ അവിടെയുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ സംഗതികൾ, മെഡിസിൻ, അല്ലെങ്കിൽ പറയുന്ന ടെക്സ്റ്റൈൽ, ജെം അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യ. മൂന്നാമത്തെ ഒരു പ്രധാന സംഗതി ചൈന എന്ന് പറഞ്ഞ പ്രഖ്യാപിത ശത്രുവിന്റെ തൊട്ടടുത്തുള്ള ഇന്ത്യയെ സ്ട്രാറ്റജിക്കലി ചേർത്ത് നിർത്താതെ അമേരിക്കയ്ക്ക് നയതന്ത്രപരമായി മുന്നോട്ട് പോകാനേ കഴിയില്ല. നമ്മളുമായി തെറ്റിയാൽ അതിന്റെ അർത്ഥം ചൈനയ്ക്ക് അത് ഗുണമാകുന്നു എന്നാണല്ലോ. അങ്ങനെ എല്ലാ അനുകൂല ഘടകങ്ങളും അവിടെ ഉണ്ടായിരിക്കുകയും സമ്മർദ്ദം ചെലുത്താൻ കഴിയാത്തതിന് പിന്നിൽ വളരെ പേഴ്സണലായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ചില സിദ്ധാന്തങ്ങൾ പോലും ഉണ്ടല്ലോ. ഇപ്പോൾ അമേരിക്കയിൽ ട്രംപ് വിചാരിച്ചാൽ പിടിക്കാൻ കഴിയുന്ന ചില ഇന്ത്യൻ വ്യവസായികളൊക്കെ ഉണ്ട് എന്ന ക്വസ്റ്റ്യൻ പോലും അവിടെയുണ്ട്. സത്യത്തിൽ എന്തായിരിക്കും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനോട് കോർക്കാൻ മീൻസ് നമ്മുടെ താല്പര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു സമ്മർദ്ദത്തിലേക്ക് പോകാൻ മോദി അഡ്മിനിസ്ട്രേഷനെ തടയുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? ആദ്യം ഇതിന് മറുപടി പറയുന്നതിന് മുമ്പ് ആദ്യം താങ്കൾ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. അതായത് ബ്രിക്സ് നമ്മൾ ഈ അടുത്ത് ഏറ്റവും വളരെ സെലിബ്രേറ്റ് ചെയ്ത ഒരു തീരുമാനമാണ്. ബ്രിക്സുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തിയ ഇന്ത്യയും ചൈനയും ബ്രസീലും സൗത്ത് ആഫ്രിക്കയും ഒക്കെ ചേർന്നുകൊണ്ട് ആ ഒരു കരാർ അല്ലെങ്കിൽ ആ ബ്രിക്സുമായി ചേർന്നിട്ടുള്ള നമ്മുടെ ആ ഉഭയകക്ഷി ബന്ധം എന്ന് പറയുന്നത് അതിവിപുലമായ ഒരു സാധ്യതയുള്ള ഒരു സംഗതിയാണ്. എന്ന് മാത്രമല്ല അമേരിക്ക ഏറ്റവും ഭയത്തോടെ കാണുന്ന ഒരു സംഗതിയാണ് അത്. ബ്രിക്സിന്റെ പുതിയ ഈ വ്യാപാര, അതായത് പുതിയൊരു കറൻസിയെ കുറിച്ച് പോലും ബ്രിക്സ് ആലോചിക്കുന്നു എന്നത്
അമേരിക്കയെ ഞെട്ടിച്ച സംഗതിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു പശ്ചാത്തലം, ആ ഒരു കോണ്ടെക്സ്റ്റ് ഇതിനുണ്ട്. അതായത് ഇന്ത്യയെ പോലുള്ള, പ്രത്യേകിച്ച് ചൈനയുമായി ചേർന്നുകൊണ്ട്, ബ്രസീലുമൊക്കെയായി ചേർന്നുകൊണ്ട് ഇത്രയും വലിയ ഒരു വൻ വ്യാപാര ശക്തി, ഇന്ത്യയുടെ അത്ര പ്രൊഡക്ടിവിറ്റി, മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ മാൻ പവർ, ചീപ്പ് ടെക്നോളജി, എല്ലാ അർത്ഥത്തിലും പ്രകൃതി വിഭവങ്ങൾ, ഇതൊക്കെയുള്ള ഒരു രാജ്യം എന്തിന് അമേരിക്കയുടെ മുന്നിൽ ഇത്ര മാത്രം മുട്ടിലിഴയണം എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെയാണ് നമ്മുടെ നാട്ടിൽ കുറച്ച് കാലമായിട്ട് തുടരുന്ന ക്രോണി ക്യാപിറ്റലിസം, അതായത് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ താല്പര്യത്തിലുള്ള ചില വ്യാപാരി വ്യവസായികളും അവർ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഗുണഭോക്താക്കൾ. മറ്റെല്ലാം ഇതിന് പുറത്താണ്. മറ്റെല്ലാ ഇൻഡസ്ട്രിയും, മറ്റെല്ലാ ഇൻഡസ്ട്രിയലിസ്റ്റുകളും, അതുപോലെ തന്നെ വ്യാപാരങ്ങളും മറ്റെല്ലാം ഇതിന് പുറത്താണ്. അപ്പോ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കരാറുകളും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡീലുകളും മാത്രമാണ് വാസ്തവത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുൻഗണനയിൽ വരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ വളരെ ഓപ്പൺ ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്നു. അദാനിയുടെ കരാറുകൾ പല രാജ്യങ്ങളിലും മോഡി വിസിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനൊപ്പം പോകുന്നത് അദാനി മാത്രമാണ്. മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രിമാർ പോകുമ്പോൾ ഇന്ത്യയുടെ എല്ലാ വ്യാവസായിക, വ്യാപാര, വാണിജ്യ മേഖലകളിലെ പ്രധാനപ്പെട്ട പ്രതിനിധികളൊക്കെ ആ പ്രധാനമന്ത്രിയോടൊപ്പം അത്തരം ഉഭയകക്ഷി ചർച്ചകളിലൊക്കെ പങ്കെടുക്കാനും പരസ്പരമുള്ള വ്യാപാര ഇടപാടുകൾ ഉറപ്പിക്കുന്നതിനുമൊക്കെ പോയിരുന്നു. പക്ഷെ ഇപ്പോ ഒരൊറ്റ ഒരു ചങ്ങാതി മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആ ഒരു ക്രോണിക് ക്യാപിറ്റലിസം, വളരെ ക്യാപിറ്റൽ, നമ്മുടെ രാജ്യത്തിന്റെ മൂലധനം വളരെ വ്യക്തി കേന്ദ്രീകൃതമായി മാറുന്നു എന്നതിന്റെ സൂചനയാണിത്. അതായിരിക്കണം ഒരു പക്ഷേ ഈ ഒരു കരാറിനെ ഇപ്പോഴും ഇത്രയും നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്ന ഒരു കരാറിനെ വളരെ സങ്കുചിതമായ ഒരു താല്പര്യത്തിന് വേണ്ടി ഇന്ത്യ അടിയറവ് വച്ചിരിക്കുന്നത് എന്നും കാണാൻ സാധിക്കും. ഇതിന്റെ ഒരു ഫോൾ ഔട്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഒരു സ്ഥൂല രൂപത്തിൽ വളരുമ്പോൾ, എല്ലാ അർത്ഥത്തിലേക്കും വ്യാപകമായി ഹൊറിസോണ്ടലായിട്ട് അത് വളരുമ്പോഴാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുക. എന്ന് പറഞ്ഞാൽ നിത്യേന പിന്നെ നമ്മുടെ വിപണിയിൽ ഇപ്പൊ കാണുന്ന അത് ദൃശ്യമാണല്ലോ. വിപണിയിലെ മാന്ദ്യവും അതുപോലെ തന്നെ വിലക്കയറ്റവും നാണ്യപ്പെരുപ്പവും ഒക്കെ നമുക്ക് ദൃശ്യമാണ്. അതിനൊക്കെ കുറക്കാനും, ആ നാണ്യപ്പെരുപ്പം കുറക്കാനും വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താനും, നമ്മുടെ കയറ്റുമതി വർദ്ധിപ്പിച്ചുകൊണ്ട് ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്താനും നമ്മുടെ GDP-യെ വർദ്ധിപ്പിക്കാനും ഒക്കെ ഉപകരിക്കുമായിരുന്ന ഒരു കരാറിനെയാണ് വാസ്തവത്തിൽ ഈ രൂപത്തിൽ അമേരിക്ക ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ ടേംസും അമേരിക്ക ഡിക്റ്റേറ്റ് ചെയ്തു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല, അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് 0 നികുതി മാത്രമേ പറ്റൂ. അപ്പോൾ ഇന്ത്യയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി എന്ന വിമർശനം സാധുവാണെന്നാണ്. താങ്ക് യു സിതാജ് ആലുവ, താങ്കളുടെ ടേക്ക് ഇപ്പോൾ തന്നതിന്, സമയത്തിനും.